പാലാ നഗരസഭയിൽ UDF ഭരണം വീണു. കോൺഗ്രസ് സഹകരണത്തോടെ LDFന്റെ അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് കൌൺസിലർമാർ പിന്തുണ നൽകിയതോടെയാണ് UDF ഭരണം വീണത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച മായ രാഹുലും അവിശ്വാസത്തെ പിന്തുണച്ചു. പാലായിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് M ഭരണം വരാനാണ് സാധ്യത. കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കക്ഷി നേതാവ് ടോണി തൈപ്പറമ്പിൽ പറഞ്ഞു. കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ബിജു പാലുപടവൻ പ്രതികരിച്ചു. ഞങ്ങൾ വിപ്പുകൾ കയറ്റിട്ടില്ല, പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്ത കൃത്യത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുമാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പോൾ അവർ ആദ്യം എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് വിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFന്റെ ചെയർമാൻ ഒരു കാര്യം പറയാം. അല്ല ഒരാൾ പറയുവാണെങ്കിൽ മറുപടി പറയാം. അല്ല, കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിശ്വാസം മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. നമ്മള് നഗരസഭയുടെ ഗുണത്തിന് വേണ്ടി സഹകരിക്കാൻ അവരുമായിട്ട് ചേർന്ന് സഹകരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ 5-6 പേരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, ഉറപ്പായിട്ടും തയ്യാറാണ്. അപ്പൊ ഇനി ഭരണസ്തംഭനം ഉണ്ടാവില്ല. ഭരണസ്തംഭനം ഉണ്ടാകില്ല, അതാണ് എന്റെ പ്രധാനപ്പെട്ടത്. പക്ഷെ അത് ഫലത്തിലൊരു കേരള കോൺഗ്രസും കോൺഗ്രസ് സഹകരണമായി വ്യാഖ്യാനിക്കപ്പെടില്ലേ? വ്യാഖ്യാനിക്കാൻ പറ്റിയല്ലോ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടി നിന്നോരുമായിട്ട് സഹകരിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കുന്നു. ജി ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്നു ദിയ പുലിക്കക്കണ്ടം. 6 മാസം പിന്നിടുമ്പോഴാണ് ആ ഭരണം വീണിരിക്കുന്നത്. വിപ്പ് ലംഘിച്ച് അവിടെ എത്തി ഭരണം അട്ടിമറിക്കാൻ കോൺഗ്രസ് അംഗങ്ങളെ ഉൾപ്പെടെ പ്രേരിപ്പിച്ച ഘടകം എന്തൊക്കെയാണ്? എന്താണ് ഇനി അടുത്ത ഭരണം സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഘടകങ്ങളെല്ലാം വളരെ ചെറുതാണ്. ഒരുപക്ഷെ ചർച്ച ചെയ്താൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ DYFI സമ്മേളനത്തിന് അനുമതി കൊടുത്തത്, ഓട്ടോ സ്റ്റാൻഡ് വന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളാണ്. പക്ഷെ അതൊരു ഭരണം വീഴുന്ന തരത്തിലുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് ഇതിനുള്ളിലെ ഉൾപാർട്ടി രാഷ്ട്രീയം, ചെറിയ ചെറിയ വ്യക്തിപരമായ തർക്കങ്ങളൊക്കെ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് അതൊരു കേരള കോൺഗ്രസും കോൺഗ്രസ് ഭരണമായി ഫലത്തിൽ മാറുന്നു എന്നുള്ളതാണ് ഈ നേതാക്കളുടെ, നഗരസഭയിലെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ നഗരസഭയിലെ കക്ഷി നേതാവ് ടോണി തൈപ്പറമ്പൻ ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അത് പാർട്ടി ചിഹ്നത്തിലുള്ളവർ തന്നെ എത്തുമെന്ന് ഫലത്തിൽ ഇപ്പുറത്ത് ബിജു മാത്യൂസും കോൺഗ്രസിന്റെ അംഗം തന്നെ പറയുന്നു. തൊട്ടിപ്പുറത്ത് നേരത്തെ കണ്ട ബിജു പാലുപടവന്റെ ചോദ്യം, അത് കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യമെന്ന് പറയുന്നില്ല, പക്ഷേ ഈ 5-6 പേർ നഗരസഭയിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ആകെ വായിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ഈ ഭരണമാണ്. എന്തായാലും ബിജു പുളിക്കക്കണ്ടവും ഒപ്പം തന്നെ ഈ ബിനു പുളിക്കക്കണ്ടവും അവർ പുറത്തേക്ക് വരികയാണ്. അവർ മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാമെന്ന് കരുതുകയാണ്. ബിനുവും ബിജുവും ഒപ്പം തന്നെ ദിയയും എല്ലാം ഉണ്ട്, മറ്റ് ചില കൗൺസിലർമാരും ഉണ്ട്. എന്തായാലും അവരുടെ ഇക്കാര്യത്തിലെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് ഇനി വളരെ പ്രധാനമായി ഉയർന്ന് വരാൻ സാധ്യതയുള്ളത്. ദിയ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ ബിനു ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. നമുക്ക് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ആ പ്രതികരണം ഉണ്ടാകും. എന്തായാലും നഗരസഭയിലൊരു വലിയ അട്ടിമറി നടക്കുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി പ്രതിഫലിക്കുന്ന ചില നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഇടതുമുന്നണിയിലുള്ള ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് എം. ആ കേരള കോൺഗ്രസ് എം തൊട്ടിപ്പുറത്ത് കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുമപ്പുറം ഈ CPM സ്വതന്ത്ര അംഗങ്ങളാണുള്ളത്. എന്നിരുന്നാൽ തന്നെയും അവരും ഇതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഭരണം വീണതിന് തൊട്ട് പിന്നാലെ ഉള്ള ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ദിയ വളരെ സന്തോഷവതിയായാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. രേണുക.
തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് വരാൻ പോകുന്നത്. ദിയ പുളിക്കക്കണ്ടം, ഒപ്പം തന്നെ ബിജുവും ഒപ്പം അദ്ദേഹത്തിന്റെ സഹോദരനും ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. എന്താണ് നഗരസഭയിൽ സംഭവിച്ചത്, അതിൻ്റെയൊക്കെയുള്ള അവരുടെ പ്രതികരണം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ഭരണമാറ്റത്തിന് കൂടി അവിടം വേദിയാകുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സഹകരണത്തോടുകൂടി പുതിയ ഭരണസമിതി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉടലെടുക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടം മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. പുളിക്കക്കണ്ടം ഫാമിലിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം. എന്തായാലും വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഭരണം താഴെ ഇറക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അത് വ്യക്തിപരമായ കാര്യങ്ങൾ എന്നൊക്കെ തന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിപ്പ് ലംഘിച്ച് അവിടെ എത്തി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളായി കോൺഗ്രസിന്റെ തന്നെ അംഗങ്ങൾ പറയുന്നത്. എന്തായാലും കോൺഗ്രസ് ഭരണം അവസാനിക്കില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പാലാ നഗരസഭയിൽ എന്ന വലിയ ഒരു ചോദ്യം മുന്നിലുണ്ട്. ഇപ്പോൾ എന്തായാലും ദിയ പുളിക്കക്കണ്ടം നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടു കൂടിയാണ് ദിയ പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വീണിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം അവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരും. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദിയയുടെ ബോഡി ലാംഗ്വേജ് വളരെ സാധാരണമാണ്. ചിരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ദിയ. ആദ്യം അധികാരത്തിലെത്തുമ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ഒരു കമ്പാരിസൺ ഒക്കെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, ആര്യ രാജേന്ദ്രനുമായി. അത്തരം വീഴ്ചകൾ ഉണ്ടാകില്ല എന്നതായിരുന്നു ദിയ നൽകിയ ഉറപ്പ്. അതൊക്കെ പാഠമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസം തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ കാണാം? ദിയ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. അതെ, തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇതൊരു ജനാധിപത്യമായിട്ടുള്ളൊരു വിധിയാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ UDF-നെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പം അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞ് കേട്ടല്ലേ, ഞങ്ങൾ പറഞ്ഞ് കേട്ടല്ലേ, നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാവരും. എനിക്കറിയില്ല. നേതൃത്വം പറഞ്ഞ് അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഇല്ല, ഞാൻ പറയില്ല. നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ തെറ്റിച്ചു അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾ എതിർത്തിരിക്കുന്ന 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരും മായ രാഹുലും നഗരസഭ ഉപാധ്യക്ഷയാണ്. അവരുടെ നീക്കം എന്തായിരിക്കും? അവര് ഈ കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു ഭരണം നടത്താനുള്ള ഒരു നീക്കമാണോ? അയ്യോ, എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിന്റെ ഭാഗമായി അല്ല. അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. മുന്നോട്ട് തീർച്ചയായിട്ടും ഞാനൊരു കൗൺസിലറാണ്. 5 വർഷത്തേക്ക് ഒരു കൗൺസിലറാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യണം, എക്സാം ഒക്കെ എഴുതണം. അപ്പോൾ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്.
അതായത് കോൺഗ്രസ് അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ടിയാവിനു പുളിക്കണ്ട കഴിഞ്ഞ 8 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFന്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഈ ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ 2 കൗൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 കൗൺസിലർമാരും KDPയുടെ ഒരു കൗൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൗൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിൻ്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ചു. അല്ല, അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിൻ്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതർ?